ഈ ഒരു SMPS പണിയുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. SMPSൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ കാണാൻ കഴിയും. നമ്മളൊന്ന് സപ്ലൈ കൊടുത്ത് ഒന്ന് ഓൺ ആക്കുമ്പോൾ തന്നെ ഒന്ന് ലോഡ് എടുത്തിട്ടങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ട, ലോഡ് എടുത്തിട്ടങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊക്കെയാണ് ഇതിനെ കള്ളത്തരമായിരിക്കുന്നത്. കാര്യം ട്യൂബും കൂടെ മിന്നുന്നുണ്ട്. ഞാൻ അതെന്ന് വെച്ചാൽ ഒരു കണക്ഷനിൽ തന്നെ അതെല്ലാം അവിടെ കൊടുത്തേക്കുന്നതാണ്. ഒരു സ്വിച്ച് ബോർഡ് എൻ്റെ റൂമിലുണ്ട്, അതിനകത്ത് തന്നെ ട്യൂബും കത്തിച്ചിട്ടേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അതിന് കത്തിയാണ് ചെയ്യുന്നത്. ഈ നേരത്തെ ഈ പവർ സപ്ലൈ ഇളക്കിയതാണ്, അതുകൊണ്ടാണ് അതിൻ്റെ മേൽപ്പോടി ഇല്ലാത്തത്. ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിക്കൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ സൈഡിൽ കാണുന്ന 2 സ്ക്രൂ ഉണ്ട്, 2 സ്ക്രൂ ആണ്. ആ സ്ക്രൂ നമ്മൾ അഴിച്ച് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അത് മോസ്ഫെറ്റിൻ്റെ സ്ക്രൂ ആണ്. ആ 2 സ്ക്രൂ നമ്മൾ അഴിച്ച് മാറ്റിയതിന് ശേഷം അപ്പോൾ ഗൈസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടെസ്റ്റർ എടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ സപ്ലൈ ലൈൻ ഉണ്ടല്ലോ, ന്യൂട്രൽ ബേസ് വരുന്ന ആ ലൈന് നമ്മൾ അവിടെ നിന്ന് ഊരി മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതില്ലാത്തവരത് ഊരി മാറ്റണമെന്നില്ല. ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത് കണക്ട് ചെയ്തായിരുന്നു, അതാണ് ഞാൻ ഊരി മാറ്റുന്നത്. ടെസ്റ്ററല്ലേ കുഴപ്പമില്ല, അതിന് മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ എനിക്ക് യൂസ് ചെയ്യാനാണ്. ചില SMPS നമ്മൾ ആയിരിക്കും ഇത് കണക്ക് ഓഫ് ആയി തന്നെ ഇരിക്കുന്നുണ്ട്, നമ്മളായിരിക്കും വലിയ കംപ്ലൈൻ്റ് ഒന്നും എടുത്തു കളഞ്ഞു. അതിനകത്ത് കാണുന്നൊരു പീസ് കണ്ട, ആ പീസ് പോയതുകൊണ്ടായിരിക്കും SMPS ഓൺ ആവാതിരിക്കുന്നത്. അപ്പോൾ ആ പീസ് ഒന്ന് ചെക്ക് ചെയ്യുക. ചില ആദ്യം നമ്മൾ SMPS നോക്കുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതാണ് ഈ ഫ്യൂസാണ്. ആ ഫ്യൂസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 2 മോസ്ഫെറ്റ് നമ്മൾ 3 മോസ്ഫെറ്റ്, ആ മോസ്ഫെറ്റ് 3 നമ്മൾ ഇങ്ങോട്ട് വളച്ച് വെക്കുക. കാര്യം ആ സൈഡിൽ നമ്മൾ സ്ക്രൂവിൻ്റെ ത്രെഡ് ഉണ്ടായിട്ട് അതിൽ തട്ടി ചിലപ്പോൾ മോസ്ഫെറ്റ് ഒടിയാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ന്യൂട്രൽ ബേസും കൊടുക്കുന്ന ലൈനിൽ നിന്ന് മേലോട്ട് തെള്ളിയാൽ മാത്രമേ ഈ ഒരു SMPS നമുക്ക് ഇളകി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ട് വേണം പ്രസ് ചെയ്ത് വേണം മണ്ടയിലോട്ട് തള്ളി വേണം ഇളക്കാൻ. തിരിച്ച് തള്ളിക്കഴിഞ്ഞാൽ ഈ ബോർഡ് മൊത്തം ഒടിഞ്ഞു പോകുന്നതായിരിക്കും. സൂക്ഷിച്ചും കണ്ട് മാത്രമേ ഈ ബോർഡിളക്കി ചെയ്യാവൂ. ഇതിന് തന്നെ ചെറിയ കംപ്ലൈൻറ്റേ ഉള്ളൂ. ഒരു പുതിയ പവർ സപ്ലൈ മേടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പഴയ പവർ സപ്ലൈ നിങ്ങൾക്ക് തന്നെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താ, നമ്മളത് ഓണാക്കുമ്പം ഇത് വോൾട്ടേജ് തെള്ളി ഒന്ന് ഫാനൊന്ന് ചെറുതായിട്ടൊന്ന് മൂവ് ആവും, ഈ ഇൻഡിക്കേറ്റർ ഒന്ന് കത്തും, അത് കഴിഞ്ഞിട്ട് അങ്ങ് ഓഫ് ആവും. അതാണ് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ്. ഇപ്പം ഇത് തോന്നുന്ന കുത്തിയിട്ടുണ്ടെന്ന് ഓവർ കംപ്ലൈൻറ്റ്, കറണ്ട് ഇടിച്ച് കയറി ഓവർ കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഒരു വട്ടം കുത്തിയിട്ടുണ്ടെങ്കിൽ ഊരിയെടുത്തത്. പിന്നെ വീഡിയോയിൽ അത് കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാം. എന്താണ് എന്നിട്ട് ഞാൻ പേസ്റ്റൊക്കെ നേരത്തെ ഇട്ടതാണ് കേട്ടോ. നേരത്തെ ഇത് ഒന്നൊന്ന് റെഡിയാക്കിയിട്ട് പിന്നെ സെറ്റ് ചെയ്തതാണ്. IC പിന്നെ മാറ്റിയിട്ടിട്ട് സെറ്റ് ചെയ്തെടുത്തപ്പോൾ IC ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ അടിച്ച് ഈ ഫാൻ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വെച്ച ഫാനായത്. നേരത്തെ എൻ്റെ ഇരിപ്പുണ്ടായത് കുഴപ്പമില്ല, കമ്പ്യൂട്ടറിൻ്റെ ഫാനാണ് വെച്ചിരിക്കുന്നത്. ആ വയറ് തന്നെ ഒട്ടിച്ച് സ്ലീവ് ഇട്ട് ഒട്ടിച്ച് ചെയ്തതാണ്. എൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടുന്ന് വോൾട്ടേജ് കറക്റ്റായിട്ട് ഈ 3 കപ്പാസിറ്ററിൽ നിന്ന് വോൾട്ടേജ് കറക്റ്റായിട്ട് ഫിൽട്ടർ ചെയ്ത് ഈ ഒരു ഫാൻ വർക്ക് ചെയ്യാൻ കിട്ടുന്നില്ല. അതാണ് ഈ തെള്ളിയാണ് വോൾട്ടേജ് പോകുന്നത്. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറിയ കംപ്ലൈൻറ്റ് തോന്നുന്നതാ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരിതാ. അതുകൊണ്ട് ആ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ആ ഒരു കപ്പാസിറ്റർ അവിടെ നിന്ന് വിട്ടിരിക്കുക. കണ്ടോ ആ ഒരു കപ്പാസിറ്റർ അവിടെ നിന്ന് വിട്ടിരിക്കുന്നതിൻ്റെയാണ് ആ പ്രശ്നം വരുന്നത്. അപ്പം ഇതൊന്ന് ഒട്ടിച്ചിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഓണാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ആരും ഇത് 5 വോൾട്ടിൻ്റെ പവർ സപ്ലൈ ഉണ്ടാകാം. 5 വോൾട്ട് 300 ആംപിയറിൻ്റെ ഒരു പവർ സപ്ലൈ ആണ്. ഇതിനൊക്കെ പവർ സപ്ലൈ നാലെടുത്ത് കളയാതിരിക്കും. ചെറിയൊരു കംപ്ലൈൻറ്റ് വേണം, അപ്പോൾ നിങ്ങൾക്ക് തന്നെ റിപ്പയർ ചെയ്തെടുക്കാനേ ഉള്ളൂ. പിക്സലിന് കൊടുക്കുന്ന പവർ സപ്ലൈ
നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ നല്ല കൂടിയ ലെഡ് തന്നെ മേടിക്കാൻ നോക്കണം. ഇതൊക്കെ ഒരു ലോക്കൽ ലെഡ് കിട്ടുന്ന നമ്മൾ മേടിച്ച് യൂസ് ചെയ്തത് എന്നൊക്കെ. ലോക്കൽ ലെഡൊന്നും നമ്മൾ അങ്ങനെ നിൽക്കത്തില്ല. നമ്മളതിനൊന്നും ലെഡ് എന്നത് പിടിക്കത്തുമില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ആ ലെഡിട്ട് ഒട്ടിച്ചിട്ട് ഒന്നും പിടിക്കുന്നില്ല. ഇത് കണ്ട നല്ല പക്കായിട്ട് പിടിക്കാൻ കഴിയുന്നതാണ്. തട്ടിപ്പോകുന്നു. ഇത് ഒരു തുളിക്കാനാണ് കിട്ടിയ പവർ സപ്ലൈ. ഒരു വേസ്റ്റ് ബോക്സിനകത്തുനിന്ന് കിട്ടിയതാണ്. അത് അന്ന് കാണാൻ കഴിയും. മൊത്തം തുളിയെല്ലാം കയറി പൊടിയും കയറി അടിച്ചിരിക്കുന്നത്. ഇതൊന്ന് സോട്ട് കത്തിച്ചേക്കണം. ടിന്നർ ഇട്ടിട്ട് വേണം നമ്മൾ ബോർഡ് ക്ലീനിങ് ചെയ്യാൻ. വീടെല്ലാം വെള്ളമോ ഇതൊന്നും ഒഴിച്ച് ക്ലീൻ ചെയ്യരുത്. ടിന്നറിലെ പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്ത് മാറി. ആ സോൾഡർ ചെയ്ത് നല്ല ടിന്നർ തിരിച്ച് നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടെണ്ണം ഇതായിട്ടിരിക്കുന്നു. കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ വരുന്ന സപ്ലൈ ഉണ്ട്, പ്രശ്നമില്ല. എന്നാലും ഒന്ന് ക്ലീൻ ചെയ്ത് ഒട്ടിച്ചേക്കാം. നമുക്കുള്ള പവർ സപ്ലൈ അങ്ങനെ ആയതുകൊണ്ട് ക്ലീൻ ചെയ്ത് ഒട്ടിച്ചേക്കാം.
ഇനി സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓണാക്കി നോക്കാം. സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് പോകുമ്പം ഈ ബോൾട്ടിന് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരണം. മറ്റൊന്ന് പ്രസ് ചെയ്ത് സെറ്റായിരിക്കണം. സ്ക്രൂട്ട് നോക്കിയിട്ടാണ് വീഡിയോ ഒക്കെ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുന്നതല്ല. കൊടുക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് വേണം കൊടുക്കാൻ. എണ്ണയല്ല, ഇത് ഇതാണ് എർത്താണ്. ഒരിക്കലും ഇവിടെയും ബേസും ന്യൂട്രലായിട്ട് കൊണ്ട് കൊടുക്കുകയാണ്. ഇത് എർത്താന്ന് വെച്ചിട്ട് നല്ല അടി കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്ന നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ വിട്ടുവിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വോൾട്ടേജ് കിട്ടുന്നു ഈ ഒരു ഫാനകത്ത്. ഒരു 12 വോൾട്ട് ഫാനാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഇരുന്നത് 5 വോൾട്ട് ഫാനാണ്. 5 വോൾട്ട് കിട്ടുന്നുണ്ട്. 5 വോൾട്ട് ഗൈസ്, 5 വോൾട്ട്.
ചെറിയൊരു ലൂസ് കണ്ടൊക്കെ ഉണ്ട്. അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.